ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ വലിയ കൺസ്ട്രെയിൻസിൻ്റെ ഇടയിലും നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ പെർഫോമൻസിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്കിനെ കുറിച്ചാണ്. സെയാർട്ട് ആൻഡ് മാർച്ച് ഫ്രെയിംവർക്ക് എന്നാണ്, അല്ലെങ്കിൽ തിയറി എന്നാണ് ഇതിനെ സാധാരണ വിളിക്കുന്നത്. 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റിലൂന്നിയാണ് ഈ തിയറി അല്ലെങ്കിൽ ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ തിയറി ഫ്രെയിംവർക്ക് എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ധരിക്കുന്നത് ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാക്ടിക്കലായി നടന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് എത്രയോ തവണ മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അതിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് ഇത്തരം തിയറികളും ഫ്രെയിംവർക്കുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് വരുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇതെടുത്ത് അങ്ങോട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് ഉപയോഗിച്ച് അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫ്രെയിംവർക്കുകൾ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ബിസിനസ്സുകളിലുള്ള പല കൺസ്ട്രെയിൻസുകളെയും നിങ്ങൾക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. 4 പ്രധാനപ്പെട്ട കീ എലമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ കീ എലമെൻറ്റ് ബൗണ്ടഡ് റാഷണാലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ആ കൺസ്ട്രെയിൻസിന് അകത്ത് നിന്നുകൊണ്ട്, പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, എന്നാൽ ലോജിക്കലായി ചിന്തിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഡിസിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ള തിരിച്ചറിവും ചിന്തയുമാണ് ഈ പറയുന്ന ബൗണ്ടഡ് റാഷണാലിറ്റി. രണ്ടാമത്തേത് ഓർഗനൈസേഷണൽ റൂട്ടീൻസാണ്. അതായത് ഒരു ഓർഗനൈസേഷന് കൃത്യമായിട്ട് ഒരു റൂട്ടീൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പെരുമാറ്റച്ചട്ടം, അല്ലെങ്കിൽ ഒരു രീതി, അല്ലെങ്കിൽ ഒരു പോളിസി, അല്ലെങ്കിൽ ഒരു ദിനചര്യ അതുണ്ടാകണം. ആ ദിനചര്യ കൃത്യമായി ഡിഫൈൻ ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മൂന്നാമത്തേത് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനാണ്. എന്താണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ? പലപ്പോഴും ഓർഗനൈസേഷനകത്ത് തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകാം. സെയിൽസ് ഉണ്ടാകാം, പർച്ചേസ് ഉണ്ടാവാം, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാം, HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവുകളുണ്ട്. പക്ഷേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ഒന്നാകണം നിർബന്ധമില്ല. കാരണം പർച്ചേസിൽ ചിലപ്പോൾ പൈസ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ക്വാളിറ്റി അവർ കോംപ്രമൈസ് ചെയ്താൽ സെയിൽസിൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസുകാർ പറയുന്നത് പർച്ചേസ് റൈറ്റ് ടൈമിൽ, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ക്വാളിറ്റിയിൽ വേണമെന്നായിരിക്കും. അതേസമയം പർച്ചേസിന് ചിലപ്പോൾ അതിനോട് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പുറത്ത് HR അവർക്ക് കൃത്യമായിട്ടുള്ള ചില പോളിസീസ് ഉണ്ടാവും. അതേസമയം ഇപ്പുറത്ത് പ്രൊജക്റ്റ് ഗ്രൂപ്പിന് ചിലപ്പോൾ അത് കറക്റ്റായിട്ട് നിർവഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഫൈനാൻസിൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും, ബഡ്ജറ്റുകൾ ഉണ്ടാവും. അത് പക്ഷേ ക്വാളിറ്റിയെ ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഒരു ഓർഗനൈസേഷനുണ്ടാവാം. ഈ ഓർഗനൈസേഷനിലുള്ള കോൺഫ്ലിക്റ്റുകളെ കൃത്യമായി മാനേജ് ചെയ്യുക, ആ റെസൊല്യൂഷൻ കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതും പ്രധാനമാണ്. അടുത്തത് സീക്വൻഷ്യൽ അറ്റൻഷൻ ടു ഗോൾസ് എന്നുള്ളതാണ്. എന്താണ് സീക്വൻഷ്യൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ? ഏറ്റവും ആദ്യം നമ്മളൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുക, ഒരു പ്രൊഡക്റ്റും കൊണ്ട്. ഒരു പക്ഷേ നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് ഏറ്റവും അധികം ആളുകളെ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഗോൾ പരിചയപ്പെടുത്തലാണ്. രണ്ടാമത്തെ ഗോൾ ഏറ്റവും അധികം ആളുകളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രൈസ് കുറച്ച് വയ്ക്കും, ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കും. അടുത്തത് എന്താ? അടുത്തത് ചിലപ്പോൾ നമ്മുടെ പ്രൈസ് കൂട്ടി നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ ഒരല്പം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൈസ് കൂട്ടി ചിലപ്പോൾ വേറൊരു ക്യാമ്പയിൻ നമ്മൾ അവരുടെ മുന്നിലേക്ക് വയ്ക്കും. അടുത്തതായി ചിലപ്പോൾ എക്സ്പാൻഷന് വേണ്ടി പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെ പലതരത്തിൽ പല സമയങ്ങളിൽ ഗോളുകൾ ഫോക്കസ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 4 പ്രധാന എലിമെൻറ്റുകളിലൂടെ നമ്മൾ ഏതൊരു കൺസ്ട്രെയിൻറ്റിലും സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റിയാണ്. അതായത് ചിലപ്പോൾ വലിയ മാർക്കറ്റ് റിസർച്ചുകളോ മാർക്കറ്റ് സ്റ്റഡികളോ ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഡാറ്റ വെച്ചിട്ട് വേണം മാർക്കറ്റിനെ നമ്മൾ പഠിച്ചെടുക്കാൻ എന്നുള്ളതാണ് ബൗണ്ടഡ് റാഷണാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ റൂട്ടീൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദിനചര്യ എന്ന് ഞാൻ പറഞ്ഞു. അത് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടുള്ള മോർണിംഗ് മീറ്റിങ്ങുകൾ, കൃത്യമായിട്ടുള്ള റിവ്യൂ സിസ്റ്റംസ്, കൃത്യമായിട്ടുള്ള ട്രാക്കിംഗ്, കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൗണ്ടഡ് റാഷണാലിറ്റി, കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷണൽ റൂട്ടീൻ, കൃത്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, അടുത്തത് സീക്വൻഷ്യലായിട്ടുള്ള അറ്റൻഷൻ ഗോൾസിലേക്ക്. ഈ ഒരു 4 കാര്യങ്ങളുണ്ടെങ്കിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ ഓർഗനൈസേഷൻ ഏത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 4 ഭാഗങ്ങളായിട്ട് ഓരോന്നിലും നിങ്ങൾക്ക് എത്രമാത്രം കോൺട്രിബ്യൂഷൻ, എത്രമാത്രം എഫക്റ്റീവ്നെസ് കൂട്ടാൻ സാധിക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻറ്റ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ഒരു ഫ്രെയിംവർക്ക് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്.